എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മൂകാംബിക വാണിയിലേക്ക് സ്വാഗതം. ഭക്തനായ പ്രഹ്ലാദൻ്റെ സംരക്ഷണാർത്ഥം തൂണു പിളർന്ന മഹാവിഷ്ണു ഉഗ്ര നരസിംഹ രൂപത്തിൽ അവതാരമെടുത്ത ദിനമാണ് നരസിംഹ ജയന്തിയായി കൊണ്ടാടപ്പെടുന്നത്. ഹിരണ്യകശിപുവിൻ്റെ വധത്തിന് ശേഷം ഘോരരൂപിയും ഉഗ്രരൂപിയുമായി കോപാകുലനായിരിക്കുന്ന നരസിംഹ ഭഗവാന്റെ മുന്നിലേക്ക് കുട്ടിയായ പ്രഹ്ലാദൻ കൈകൂപ്പി നിർഭയനായി കടന്നു ചെല്ലുന്നു. പ്രഹ്ലാദനെ കണ്ട നിമിഷമാത്രയിൽ ഭഗവാൻ ഉഗ്രരൂപം വിടുകയും തൻ്റെ കോപം ശമിപ്പിച്ച് വാത്സല്യത്തോടുകൂടി പ്രഹ്ലാദനെ തൻ്റെ മടിയിലിരുത്തി ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനോട് തനിക്കിഷ്ടമുള്ള വരം ചോദിക്കുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ പ്രഹ്ലാദൻ തനിക്ക് ലഭിച്ച ഭൗതികമായ അളവറ്റ സമ്പത്തും സൗഭാഗ്യങ്ങളും പദവികളും എല്ലാം തന്നെ ആദ്യം നിരസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഭൗതികമായിട്ടുള്ള എല്ലാ വസ്തുക്കളും സമ്പാദ്യങ്ങളുമെല്ലാം താൽക്കാലികമാണ് എന്ന് പ്രഹ്ലാദൻ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. പ്രഹ്ലാദൻ്റെ അചഞ്ചലമായ ഭക്തിയിലും വിശ്വാസത്തിലും കാലാതീതമായ ചില അർത്ഥങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രഹ്ലാദൻ നരസിംഹ ഭഗവാനോട് തൻ്റെ സംവാദത്തിലൂടെ പ്രാർത്ഥനാപൂർവം അപേക്ഷിച്ച ഒരു കാര്യം ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനം നേടാൻ സഹായിക്കണം എന്നാണ്. നമ്മൾ ചിലപ്പോൾ ഭഗവാനോട് ചില കാര്യങ്ങൾ നമുക്ക് നടത്തിത്തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാനോട് കൂടുതൽ ചോദിച്ചു കൊണ്ടിരുന്നാൽ, കാര്യങ്ങൾ നേടണം എന്നുള്ള ആവശ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നാൽ നമ്മൾ ഭൗതിക മോഹങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഭൗതിക ആസക്തി ഇല്ലാതാക്കാൻ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് യഥാർത്ഥമായ ആത്മീയ ഉയർച്ച നമുക്ക് ഉണ്ടാക്കുന്നത്. യഥാർത്ഥ പ്രശ്നം നമ്മളിൽ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ ചിലപ്പോൾ നാം അസന്തുഷ്ടരാകുന്നു, അതുപോലെ അസ്വസ്ഥരാകുന്നു, അതുപോലെ കൈവശമുള്ള ചില വിലപ്പെട്ട വസ്തുക്കളൊക്കെ നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുകയും ചെയ്യാറുണ്ട്. ഇതിങ്ങനെ തന്നെ തുടരുന്നു. അതിനാൽ ആന്തരികമായ ശുദ്ധിയിലൂടെ മാത്രമേ യഥാർത്ഥ ഭക്തി ഉണ്ടാകൂ. ഇല്ലെങ്കിൽ അത് വീണ്ടും നമ്മെ ഭൗതിക തലത്തിൽ തന്നെ തളച്ചിടുന്നു. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ ഇന്ന ക്ഷേത്രത്തിൽ തുലാഭാരം നടത്താം, അല്ലെങ്കിൽ ഇന്ന ക്ഷേത്രത്തിൽ മറ്റു വഴിപാടുകൾ നടത്താം. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ ഭഗവാനെ സമീപിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? നമ്മൾ ശരിക്കും ചില വ്യാപാരികളെപ്പോലെയല്ലേ പെരുമാറുന്നത്? ഒരു തരം കൊടുക്കൽ വാങ്ങൽ. അത് ഒരിക്കലും നിഷ്കളങ്കമായ ഭക്തിയുടെ ഉദാത്ത രൂപമേ അല്ല. പ്രഹ്ലാദൻ ഒരിക്കലും തൻ്റെ മുക്തി ആവശ്യപ്പെട്ടിട്ടില്ല. പകരം യാതൊരു ഉദ്ദേശമില്ലാതെയും തടസ്സങ്ങളില്ലാതെയും ദൈവത്തെ സ്നേഹിക്കാനുള്ള അവസരം നൽകണം എന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത്. ശുദ്ധമായ മനസ്സോടെ ഒരു ഭക്തൻ ശുദ്ധമായ പ്രാർത്ഥനകൾ ഭഗവാന് അർപ്പിക്കുന്നത് സഹജമായ സ്നേഹത്താലാണ്. ശുദ്ധനായ ഭക്തൻ ഈ സ്നേഹത്താലാണ് ഭഗവാനെ പ്രാപിക്കേണ്ടത്, അല്ലെങ്കിൽ പ്രാപിക്കുന്നത്. ഒരമ്മ തന്നെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കുഞ്ഞ് എന്തെങ്കിലും പകരം നൽകുമെന്നുദ്ദേശിച്ചല്ല, പകരം അന്തർലീനമായ സ്നേഹത്താലാണ്. പ്രഹ്ലാദൻ്റെ മറ്റൊരു പ്രാർത്ഥന അല്ലെങ്കിൽ അപേക്ഷ ഭഗവാന്റെ ദിവ്യമായ പാതാരവിന്ദങ്ങളിൽ അഭയം ലഭിക്കണേ എന്നെന്നും എന്നായിരുന്നു. ഭഗവാൻ മാത്രമാണ് ആത്യന്തികമായ അഭയം എന്ന് മനസ്സിലാക്കിയാൽ നമ്മളിലെ ഭയം ഇല്ലാതാകുന്നു. അരക്ഷിതാവസ്ഥയിൽ നിന്നുമാണല്ലോ ഭയമുണ്ടാകുന്നത്. പരാശക്തി നമ്മോടുകൂടെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്ന നിമിഷം പിന്നെ എന്തിനെയാണ് നാം ഭയക്കേണ്ടത്? ഹിരണ്യകശിപു ഭൗതിക സൗകര്യങ്ങളിൽ അഭയം തേടി അളവറ്റ സമ്പദ്സൈന്യങ്ങൾ, സമ്പദ്സമൃദ്ധി, വരങ്ങളിലൂടെ നേടിയ ദീർഘായുസ് എന്നിവയുടെ എല്ലാം തന്നെ ക്രൂരനും അഹങ്കാരിയുമായി തീർന്നു. നാം എല്ലാം തന്നെ ചിലപ്പോൾ ഉയർന്ന ജോലി, വലിയ വീട്, സാമ്പത്തികം, ഉയർന്ന ബാങ്ക് ബാലൻസ് എന്നിവയാലൊക്കെ അർമാദിച്ച് നടപ്പുണ്ടായിരിക്കും. എന്നാൽ ഇവയെല്ലാം തന്നെ പേമാരിയിലും കൊടും ചുഴലിക്കാറ്റിലും ചൂടുന്ന ചെറുകുടകൾ പോലെ താൽക്കാലികമായ അഭയങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഭഗവാനോടുള്ള അചഞ്ചലമായ ഉറച്ച ഭക്തി നമ്മെ ഏതൊരു സാഹചര്യത്തിലും നിർഭയരായി മുന്നോട്ട് നയിക്കുന്നു. കോപാകുലനായ നരസിംഹത്തിൻ്റെ മുന്നിൽ കുട്ടിയായ പ്രഹ്ലാദൻ ഭയത്തിൻ്റെ ഒരു കണിക പോലുമില്ലാതെയാണ് നിൽക്കുന്നത്. അതുപോലെ അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും നമ്മളെ ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ പ്രാപ്തരാക്കുകയും അതുപോലെ തന്നെ
കഷ്ടപ്പെടുന്ന നിമിഷങ്ങളിൽ പരാശക്തിയുടെ തലോടലും സ്വാന്തനവും നമുക്ക് ലഭ്യമാകും എന്ന് വിശ്വസിക്കുകയും ചെയ്യുക. മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന പ്രഹ്ലാദൻ്റെ അപേക്ഷ പ്രാർത്ഥനയോടെ ഭഗവാന്റെ മുന്നിൽ വെച്ചത് തൻ്റെ പിതാവിൻ്റെ മോചനമാണ്. പ്രഹ്ലാദൻ തന്നെ പല പ്രകാരത്തിൽ കഠിനമായി ദ്രോഹിച്ച ഹിരണ്യകശിപു എന്ന പിതാവിൻ്റെ മോചനം. ക്ഷമിക്കുക എന്നത് നാം എല്ലാവരും ശീലിക്കേണ്ട അനിവാര്യമായ ഗുണമാണ്. ക്ഷമയിൽ പ്രാവീണ്യം നേടാതെ ഒരാൾ ആത്മീയമായ ഉന്നതി പ്രാപിക്കുന്നില്ല. നാം എല്ലാവരും തന്നെ തെറ്റുകൾ വരുത്തുന്ന അപൂർണരായ ആളുകളുള്ള ലോകത്താണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ക്ഷമ എന്ന ഗുണം ശീലിക്കാം. ശുദ്ധമായ ഭക്തിയിലൂടെ ഒരാൾ സ്വാർത്ഥചിന്ത ഉപേക്ഷിച്ച് ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് എല്ലാവരുടെയും ക്ഷേമം ആഗ്രഹിക്കുന്നു. അടുത്ത ആഗ്രഹം പ്രഹ്ലാദൻ ഭഗവാന്റെ മുൻവശം വെച്ചത് ഭഗവാനെ സേവിക്കുക എന്നതാണ്. കൊടുക്കൽ വാങ്ങൽ പോലെ ഭഗവാനെ ഒരിക്കലും സമീപിക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു ഭഗവാനെ. എന്നാൽ പോലും ചിലപ്പോൾ ഭഗവാൻ അതും സ്വീകരിക്കുന്നു. അതിനപ്പുറം നമ്മൾ ഭക്തിയും ഉറച്ച വിശ്വാസവും നമ്മളിൽ തന്നെ ദൃഢവിശ്വാസവും വളർത്തിക്കൊണ്ട് വരണം.